വെൽക്കം ടു ടെക്നെറ്റ് ബൈറ്റ് സൊല്യൂഷൻസ്. നോൺ ഐ ടി ഫീൽഡിൽ നിന്നും സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഫീൽഡിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോഴുള്ള അതിനുള്ള സംവിധാനങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഐ ടി ഫീൽഡ് ഇന്ന് വളരെയധികം എമർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോപ്പുലറായും ഗ്ലാമറസുമായ ഒരു കരിയറാണ് ഐ ടി ഫീൽഡ് നമുക്ക് തരുന്നത്. ഐ ടി ഫീൽഡിൽ ജോബുള്ളവർക്ക് അതിൻ്റേതായ സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട്, സാലറി പാക്കേജ് ഉണ്ട്, ഗ്ലോബൽ ഔട്ട്റീച്ച് ഉണ്ട്. പിന്നെ നമുക്ക് വളരെയധികം ഏതൊരു വേൾഡ് ഒരു ഗ്ലോബൽ ഏതൊരു രാജ്യത്തായാലും എവിടെയായാലും ഒരേപോലെ നമുക്ക് കരിയർ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനവും ഐ ടി ഫീൽഡിലുണ്ട്. അപ്പം നോൺ ഐ ടി ഫീൽഡിൽ നിന്ന് ഐ ടി ഫീൽഡിലേക്ക് വരാനുള്ള ആളുകൾക്ക് വളരെയധികം ആഗ്രഹങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, എങ്ങനെയാണ് നോൺ ഐ ടി, അതായത് എനിക്കൊരു ഐ ടി ബാക്ക്ഗ്രൗണ്ട് ഇല്ല, എന്നിട്ട് എങ്ങനെയാണ് ഐ ടി ഫീൽഡിലേക്ക് വരാൻ എനിക്ക് സാധിക്കുക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻസ് എല്ലാവരും ഉണ്ട്. അതാണ് നമ്മളിവിടെ നിന്ന് ആൻസർ ചെയ്യാൻ പോണ ഈ വീഡിയോയിലൂടെ. ഹൗ ടു ഗെറ്റ് ഇൻ ടു സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഫ്രം എ നോൺ ഐ ടി ഫീൽഡ്. അത് നോൺ ഐ ടി ഫീൽഡിൽ നിന്ന് ഐ ടി ഫീൽഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ടെസ്റ്റിംഗ് മാത്രമാണ് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് മാത്രമാണ് നമ്മുടെ ഒരു സെക്ടർ, അതാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് സെക്ടറിലേക്ക് എങ്ങനെ എത്താം. ഐ ടി ഫീൽഡിൽ ഏറ്റവും എളുപ്പത്തിൽ എൻട്രി ചെയ്യാൻ പറ്റുന്നത് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിലേക്ക് തന്നെയാണ്. അതും ഒരു തർക്കമില്ലാത്ത വിഷയമാണ്. അപ്പോൾ നമുക്ക് ഓരോ പോയിന്റുകളായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് എന്താണ്? സോൾ സെർച്ചിങ്. അതായത് നമ്മൾ ഈ നോൺ ഐ ടിന്ന് ഐ ടിയിലേക്ക് കൺവേർട്ട് ആകുമ്പോൾ, സ്വിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായൊരു കാരണം വേണം, ഒരു കാര്യം വേണം, സ്വയം അതിനൊരു കാരണം കണ്ടുപിടിക്കണം നമ്മൾ. ഓക്കെ, അതിന് വ്യക്തമായൊരു ലക്ഷ്യബോധം വേണം, അത്രേ ഉള്ളൂ. അത് പേഴ്സണലി നമുക്ക് ആൻസർ ചെയ്യാൻ നമ്മളോട് തന്നെ പറ്റണം. അതായത് ഞാൻ നോൺ ഐ ടിന്ന് ഐ ടിക്ക് ഫീൽഡിലേക്ക് സ്വിച്ച് ചെയ്യേണ്ട ആൾ തന്നെയാണ്. അത് നമ്മൾ ഉറച്ചൊരു തീരുമാനം എടുക്കണം, അത്രേ ഉള്ളൂ. സംതിങ് അടുത്ത് പറയുന്നത് മാർക്കറ്റ് റിസർച്ചാണ്. നമ്മൾ പഠിക്കണം എന്ത്, ഈ ഐ ടി ഫീൽഡിലേക്ക് വന്നാലുള്ള ഗുണങ്ങളെക്കുറിച്ച്. നമ്മൾ ഐ ടി ഫീൽഡിൽ ഓൾറെഡി ഉള്ള ഫ്രണ്ട്സായിട്ട് കോൺവേഴ്സേഷൻ ചെയ്യണം, സംസാരിക്കണം. ഓൺലൈൻ ജോബ് പോർട്ടലുകളിൽ നമ്മൾ സെർച്ച് ചെയ്തിട്ട് ഐ ടി ഫീൽഡിൽ അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ഫീൽഡിലുള്ള ജോബിൻ്റെ വേക്കൻസികളെ കുറിച്ച് അന്വേഷിക്കുക. അവരുടെ പേ സ്കെയിൽ എത്രയാണ്, വർക്ക് കൾച്ചർ എങ്ങനെയാണ്, ടെക്നോളജി എന്തൊക്കെയാണ് ചലഞ്ച്, എന്നെക്കൊണ്ട് അത് സാധിക്കുമോ എന്നൊക്കെ നോക്കുക. എത്രത്തോളം വേക്കൻസികളുണ്ട്, എത്രത്തോളം കരിയർ സ്കോപ്പ് ഉണ്ട് എന്നുള്ളതൊക്കെ റിസർച്ച് ചെയ്യണം. ഓക്കെ, പിന്നീട് വരുന്നത് എന്താ? ഗെറ്റ് എ ടേസ്റ്റ് ഓഫ് ഇറ്റ്. എന്താണ്? നമ്മൾ നോൺ ഐ ടി ഫീൽഡിൽ നിന്ന് വരുന്നതുകൊണ്ട് ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഓൺലൈനായിട്ടും കമ്പ്യൂട്ടറിലും വെബ് ബ്രൗസറുകളിലും നമ്മൾ സെർച്ച് ചെയ്തും നെറ്റ് സർഫ് ചെയ്ത് എന്ത് ചെയ്യണം? ഈ വർക്ക് എങ്ങനെയാണെന്ന് ഓൺലൈനിൽ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഓൺലൈൻ റിസോഴ്സസുകൾ വായിച്ച് കാര്യങ്ങൾ ചെയ്ത് നമുക്കിത് ആപ്റ്റിറ്റ്യൂഡ് ആണോ എന്ന് നമ്മൾ നോക്കണം. ഓക്കെ, ജസ്റ്റ് ഫ്യൂ ക്ലിക്സ് ചെയ്താൽ തന്നെ കമ്പ്യൂട്ടറിൽ നമുക്ക് ഇതിൻ്റെ ഓൺലൈൻ റിസോഴ്സസും കാര്യങ്ങളും കണ്ടാൽ തന്നെ ഇത് നമുക്ക് പറ്റിയതാണോ എന്നുള്ളത് ഒരുവിധം മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് എന്താ? സ്റ്റാർട്ട് ഗെറ്റിംഗ് ട്രെയിൻഡ്. അതായത് നമ്മൾ ഇതിലേക്ക് ആപ്റ്റ് ആണെന്ന് നമുക്ക് തന്നെ തോന്നിയാൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ സെൽഫ് ലേൺ ചെയ്യാം. സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിനെ പറ്റിയ കുറേ വീഡിയോസ് ഉണ്ട്, ഓൺലൈൻ പോർട്ടലുകളുണ്ട്, വെബ്സൈറ്റുകളുണ്ട് പഠിക്കാനുള്ളത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ സ്ഥാപനം തന്നെ പ്രീ റെക്കോർഡഡ് വീഡിയോസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പ്രീ റെക്കോർഡഡ് വീഡിയോസ് എടുത്ത് സെൽഫ് ലേണിംഗ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ലൈവ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് നമുക്ക് ഇതിൽ ഒരു പ്രൊഫഷണൽ ആവാം, ട്രെയിൻഡ് ആവാം. ഓക്കെ, ഏത് വേണമെങ്കിലും നമുക്ക് നമ്മുടെ ടൈമും സാഹചര്യവും ഫിനാൻഷ്യൽ അവസ്ഥകളും നോക്കി നമുക്ക് ചെയ്യാവുന്നുള്ളൂ. ഇതാണ് അടുത്തത്. അഞ്ചാമത്തെ കേസ് എന്താണ്? ഗെറ്റ് സർട്ടിഫൈഡ്. ഗെറ്റ് സർട്ടിഫൈഡ് എന്നുള്ളത് ഒരു മാൻഡേറ്ററി അല്ല, ഒരു സർട്ടിഫിക്കേഷൻ നിർബന്ധമല്ല. പക്ഷേ ഐ ടി ഫീൽഡിലെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ജോബിന് ഇതെപ്പോഴും എന്താണ്? ഒരു പ്ലസ് ആണ്, ഓൾവേസ് എ പ്ലസ്. ഓക്കെ, ഇത് പലതരം സർട്ടിഫിക്കേഷൻ ഉണ്ട്. അല്ലെങ്കിൽ പ്രൈവറ്റ് ഫേമുകൾ നൽകുന്ന ട്രെയിനിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് ആയാലും മതി, അല്ലെങ്കിൽ വേറെ ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റുകളും ഉണ്ട്, സർട്ടിഫിക്കേഷനും ഉണ്ട്.
സർട്ടിഫിക്കറ്റ് ഉള്ളത് കൊണ്ട് ജോബ് കിട്ടണമെന്നില്ല. പക്ഷേ നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ സർട്ടിഫൈഡ് ആണെങ്കിൽ അതൊരു പ്ലസ് ആയിരിക്കും. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് എന്താണ്? ലാസ്റ്റ് സ്റ്റെപ്പാണ്. എന്താണ്? അപ്ലൈ ഫോർ ജോബ്സ് വെൻ റെഡി. നമ്മൾ ഇതിന് ആപ്റ്റ് ആണ്, ട്രെയിൻഡ് ആണ്, സർട്ടിഫൈഡ് ആണ്, എല്ലാം ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ജോബിനെ അപ്ലൈ ചെയ്യുക. എന്താ? നമ്മളിത് ഈ ടെസ്റ്റിങ്ങിന് വേണ്ട എല്ലാ സ്കില്ലുകളും നമ്മൾ സ്വായത്തമാക്കിയതിന് ശേഷം, അതായത് ടെസ്റ്റിങ്ങിൻ്റെ മെത്തഡോളജീസ്, ടൂൾസ്, ടെസ്റ്റ് കേസ് എഴുതുന്നത്, ബഗ് റിപ്പോർട്ട് ചെയ്യുന്നത്, ടെസ്റ്റ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നത്, വിവിധതരം ഡൊമൈനുകളെ കുറിച്ച് പഠിച്ച് എക്സ്പീരിയൻസ് ആയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? നല്ലൊരു റെസ്യൂം ഉണ്ടാക്കി, റെസ്യൂം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫുള്ളി ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എഞ്ചിനീയർക്ക് വേണ്ട സ്കിൽസ് മാത്രമാക്കി അതിനു വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു റെസ്യൂം ആയിരിക്കണം. അങ്ങനെ ഒരു റെസ്യൂം പ്രിപ്പയർ ചെയ്തിട്ട്, അതായത് ഒരു കില്ലർ റെസ്യൂം ആയിരിക്കണം, നമ്മുടെ സ്കിൽ ബേസ്ഡ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ തന്നെ നമ്മൾ കോൺഫിഡൻ്റ് ആവും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ ജോബ് പോർട്ടലുകൾ വഴി നെറ്റിൽ സെർച്ച് ചെയ്തിട്ട്, അല്ലെങ്കിൽ ജോബ് കൺസൾട്ടൻസികൾ വഴി നമ്മൾ എന്ത് ചെയ്യണം? വിവിധ കമ്പനികളിലേക്ക് അപ്ലൈ ചെയ്യുക. തുടക്കത്തിൽ ഇൻറ്റേൺഷിപ്പ് കിട്ടുകയാണെങ്കിൽ അതിൽ കയറുക, അല്ലെങ്കിൽ ജൂനിയർ ടെസ്റ്റിംഗ് എഞ്ചിനീയർ ആയിട്ടുള്ള വേക്കൻസിയിൽ നേരിട്ട് കയറാൻ പറ്റും. അത് കഴിഞ്ഞാൽ 2 വർഷത്തിനുള്ളിൽ നമുക്ക് ഹയർ സീനിയർ ടെസ്റ്റിംഗ് എഞ്ചിനീയറിലേക്ക് കയറാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു പാത്ത് വേ. അപ്പോൾ നോൺ IT നിന്ന് IT-യിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. ഞങ്ങളുടെ പെയ്ഡ് പ്രീ റെക്കോർഡഡ് കോഴ്സിന് വേണ്ടി താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക. താങ്ക് യു.